സാനിതേ, എന്നോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, അതൊക്കെ എന്താണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഗവൺമെൻറ് ജോലിക്കാരെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ? എനിക്കറിയില്ല. ജോലിക്കാർ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ, കുറേ പഠിക്കണം, ജോലി നേടണം, അങ്ങനത്തെ ഇതൊക്കെ അല്ലേ. അപ്പോൾ ഓലിക്ക് കിട്ടുന്ന ആളും ജോലിക്കാരനാവണം. ഇപ്പേ എന്തൊക്കെയാ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ നിൽക്കുന്നുള്ള ഈ വീട്, ഇനിയിപ്പോൾ ഇതാ ഇവിടെ നിൽക്കുന്ന നമ്മളെ തറവാട് വീട്, ഇതൊക്കെ കൂലിപ്പണിക്കാരെടുത്തല്ലേ? ഒരു പടവ്, തേപ്പ്, തറപ്പണി, വയറിങ് പണി, ഓലൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാ അല്ലല്ലോ? ഒക്കെ കൂലിപ്പണിക്കാരല്ലേ? ഇപ്പം ഈ കൂലിപ്പണിക്കാർ പറയാ ഞങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ വീട് എടുക്കൂല. അപ്പം എന്ത് കാട്ടും അവർ? പറയ്. ഷോ എന്നോട് ചോദിച്ചല്ല, നമ്മളെ കല്യാണം കഴിഞ്ഞു എന്ന് ആദ്യമേ പറഞ്ഞല്ലേ. അപ്പോൾ റിക്വസ്റ്റ് ആയിട്ട് എന്താ പറയുക അവരോട്, പെൺകുട്ടികളോട്? ഇനിയിപ്പോൾ ഒരു പെൺകുട്ടീനെ കാണുകയാണെങ്കിൽ എടി ഈ ഗവൺമെൻറ് ജോലിക്കാരനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് ചോദിക്കുമോ? എന്താണൊക്കെ ചോദിച്ചാൽ ഇഷ്ടല്ലേ? ഞാനിപ്പോ ഒരു കൂലിപ്പണിക്കാരനെ കല്യാണം കഴിച്ചെന്ന് വെച്ചിട്ട് ഓൾ അതേപോലെ ചെയ്യണമെന്നുണ്ട്, അത് ആ കുട്ടീൻ്റെ ഇഷ്ടമല്ലേ. അത് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. മാസം ജോലിക്കാരെന്ന് പറയാൻ മാസം ഒന്നിച്ച് ശമ്പളം കിട്ടുമ്പോൾ കുറേ പൈസ കയ്യിൽ കിട്ടല്ലേ. അപ്പോൾ അവർക്ക് ലാവശ്യമായിട്ട് ജീവിതം അടിച്ചു പൊളിക്കാം. കൂലിപ്പണിക്കാരെന്ന് പറയുമ്പോൾ എന്താ കൂലിപ്പണിക്കാരെടുത്ത് അടിച്ചു പൊളിയില്ലേ? അങ്ങനല്ല, അതിന് അന്നന്ന് കിട്ടുന്ന പൈസ വീട്ടിലേക്ക് ചെലവിന് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഓരോ ദിവസം എന്താ കൂലിപ്പണിക്കാർക്കും കിട്ടുന്നത് ഒരു ദിവസം 1000 രൂപയാണെങ്കിൽ ഒരു മാസം നോക്കുമ്പോൾ 30,000 റുപ്യ ശമ്പളമായിട്ട് കൂട്ടിയാൽ അങ്ങനല്ലേ? അതൊക്കെ പോട്ടെ, എനിക്കൊന്ന് റിക്വസ്റ്റേ പറയാനുള്ളൂ. ഒരുപാട് കൂലിപ്പണിക്കാരുണ്ട്, തേപ്പും പടവും ആശാരിപ്പണിയും ഫർണിച്ചർ പണിയും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളോടാണ് പറയാൻ നിൽക്കുന്നത്, മക്കളെ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാരെ കാത്തുന്നാൽ ഈ പാവങ്ങൾ ഇവിടെ പട്ടിണി പോകും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിരുത്തേണ്ടത്, ഒന്ന് അവനാണ് യോജിച്ച കൂലിപ്പണിക്കാരനാണ് ഈ കൂലിപ്പണിക്കാരനെ ഒന്ന് കല്യാണം കഴിക്കാം നോക്കിയിട്ടോ. ഓക്കെ.